നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട അടുത്തൊരു ഗുണം വളരെ മാന്യമായ പെരുമാറ്റ രീതിയും വിശേഷിച്ച് വിനയവും തവാളും നമുക്കുണ്ടാവും. എത്ര വലിയ സ്ഥാനത്തെത്തിയാലും നമ്മുടെ ഇടപെടലിന്റെ രീതി വളരെ പക്വമായിരിക്കണം. നിങ്ങൾ നോക്കൂ, പൊതുവെ ഇപ്പോൾ നമ്മുടെ തലമുറ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരിൽ നിന്ന് വല്ല തെറ്റും ഉണ്ടായാൽ ഗൗരവമായി പെരുമാറുന്ന മുതിർന്ന ആൾക്കാർ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇത് റസൂൽ പഠിപ്പിച്ചതാണോ ശരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം? ആണോ? ഇസ്ലാമിന്റെ പാരന്റിങ്ങിന്റെ രീതി വിശദീകരിക്കുന്ന സർവ്വ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കി നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി കുട്ടിയിൽ നിന്ന് വല്ലതും കണ്ടാൽ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇഹ്യാ ഉലൂമുദ്ദീൻ എടുത്തു നോക്കൂ, റിസാലത്തു റിയാദത്തു സുബിയാൻ എന്ന കിതാബ് എടുത്തു നോക്കൂ, ഏതേത് കിതാബ് എടുത്തു നോക്കിയാലും അതിലെല്ലാം കാണാം വളരെ മാന്യമായി പക്വതയോടുകൂടി അവരെ തിരുത്തി കൊടുക്കണം. എങ്ങനെ? ഒരു വട്ടം ആ തെറ്റ് ചെയ്തു, ആ കുട്ടി തന്നെ അറിയാതെ തെറ്റ് ചെയ്തു പോയതാണ് എന്നതിൽ ഒരു ഖേദമുണ്ട് എങ്കിൽ നമ്മൾ ആ തെറ്റ് കണ്ടതായി അവൻ അറിയരുത്, ആ നിലയിലാണ് നമ്മുടെ നിലപാടുണ്ടാവേണ്ടത്. ഇങ്ങനെ കിതാബ് എഴുതി വെച്ചത്. ഒരു വട്ടം നമ്മുടെ കുട്ടിയിൽ നിന്നൊരു അബദ്ധം വന്നു, ആ തെറ്റ് നമ്മൾ തിരുത്തി കൊടുത്തു, ഇനി മരണം വരെ ഖിയാമത്ത് നാൾ വരെ ആ തെറ്റ് അവനെ പറഞ്ഞ് വഷളാക്കാൻ പാടില്ല. ഇമാം അൽ ഗസാലി റളിയല്ലാഹു അൻഹു. നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി നമ്മുടെ കുട്ടികൾ എന്തോ സംഭവിച്ചു, നമ്മുടെ കുട്ടികളിൽ എന്തോ സംഭവിച്ചു എങ്കിൽ രണ്ടു കാര്യങ്ങൾ ഒരു പാരന്റ് ചെയ്യാൻ പാടില്ല. ഒന്ന്, അവനിക്കെതിരെ ദ്വയർക്കാൻ പാടില്ല. രണ്ട്, അവൻ നന്നാവില്ല എന്ന നിരാശാ ലോകത്ത് പോകാനും പാടില്ല. ഇതാ ഇസ്ലാം, ഇതാണ് ഇസ്ലാം. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന ഗ്രന്ഥത്തിൽ ഞാൻ ഈ പറയുന്ന വിശദീകരണം കാണാം. മറിച്ച് എന്താ വേണ്ടത്? ഓ നന്നാവും, ഓ ശരിയാവും, നോയിക്കോ സാറേ എന്റെ മോൻ ശരിയാവും. ഭാര്യനോട് കണ്ടോടി എന്റെ മോന് ഈ കുരുത്തക്കട് മുഴുവനും നിർത്തിയിട്ട് ഓൻ സൗദിയിലേക്ക് പോകണമെന്നല്ല പറഞ്ഞത്, 2-3 കൊല്ലത്തിനുള്ളിൽ എനിക്കും നിനക്കുള്ള ഉംറ വിസ അവന് അയച്ചു നോക്കിക്കോ, നീ എഴുതി വെച്ചു. പ്രതീക്ഷയുടെ ലോകത്താണ് നമ്മുടെ കുട്ടികൾക്ക് ചിറക് വെച്ച് കൊടുക്കേണ്ടത്. നീ നന്നാവില്ലടാ, നീ ശരിയാവില്ലടാ, ഇങ്ങനത്തെ ഒരു മോനെ ഞാൻ പ്രസവിച്ചിട്ടില്ല, നീ ഈ വീട്ടിക്കാരണ്ട. ഇതൊന്നും മോമിനികൾ പറയാൻ പറ്റുന്ന വാക്കല്ല. അങ്ങനെ വല്ല അബദ്ധവും സംഭവിച്ച് നമ്മളെ കുട്ടികൾ നമ്മളെ എന്നെ വിട്ടുന്ന് പുറത്താക്കുകയും എനിക്കങ്ങനെ ഒരു മോനിൽ നിന്ന് മുദ്ര കുത്തുകയും ചെയ്താൽ ഈ കുട്ടിക്ക് തൗബയുടെ മനസ്സ് എന്തെങ്കിലും വന്നാൽ ആ കുട്ടിക്ക് പ്രതീക്ഷന്റെ വാതിൽ എവിടെയുള്ളത്? നിങ്ങൾ ലോക്കിട്ട് പൂട്ടിയില്ലേ? അള്ളാഹുവിന്റെ വാതിൽ അവിടെ തുറന്നു കിടക്കുമ്പോഴും ലോക്കിട്ട് പൂട്ടിയില്ലേ പാരന്റ്സ്?